നമസ്കാരം. സർക്കാർ സർവീസിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ജീവനക്കാരും നിർബന്ധമായും കടന്നുപോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് പ്രൊബേഷൻ പീരീഡ് അഥവാ നിരീക്ഷണ കാലം. എന്താണ് നമ്മൾ നിരീക്ഷിക്കപ്പെടുന്നത്? ഒറ്റവാക്യത്തിൽ നിങ്ങൾ ഈ ജോലിക്ക് പറ്റിയ ആളാണോ എന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത്. നിങ്ങളൊരു സ്വകാര്യ സ്ഥാപനത്തിലാണ് ജോലിക്ക് കയറുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോളം കാലവും നിരീക്ഷണത്തിലായിരിക്കും. എപ്പോഴാണോ നിങ്ങൾ ഈ പണിക്ക് പറ്റിയ ആളല്ല എന്ന് മുതലാളിക്ക് തോന്നുന്നത്, ആ നിമിഷം തന്നെ നിങ്ങളെ അവർക്ക് പിരിച്ചുവിടാൻ കഴിയും. എന്നാൽ സർക്കാർ സർവീസിൽ ഒരു നിശ്ചിത കാലയളവ് മാത്രമേ നിങ്ങളുടെ പെർഫോമൻസ് നിരീക്ഷിക്കപ്പെടുന്നുള്ളൂ. ഓരോ ജോലിയുടെയും കാറ്റഗറിക്കും സ്വഭാവത്തിനുമനുസരിച്ച് 2 വർഷമോ 1 വർഷമോ ചില സമയങ്ങളിൽ 6 മാസമോ ഒക്കെയാണ് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിൽ നിരീക്ഷിക്കപ്പെടുന്നത്. ആ കടമ്പ കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ സർക്കാരാണ് ചില കടമ്പകൾ കടക്കേണ്ടത്. അപ്പോൾ പ്രൊബേഷൻ കാലയളവിൽ ഒരു നല്ല കുട്ടിയായിരിക്കുവാൻ എന്തൊക്കെയാണ് നമ്മൾ അനുവർത്തിക്കേണ്ടതെന്നും എത്ര കാലമാണ് നമ്മൾ ആ രീതിയിൽ തുടരേണ്ടതെന്നും ആ കാലയളവ് കഴിഞ്ഞാൽ നിരീക്ഷണകാലം നിങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ച് കിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയെന്നുമൊക്കെയാണ് വിശദമായി ഈ വീഡിയോയിൽ പറയുന്നത്. വർക്കിംഗ് ക്ലാസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യം നമുക്ക് ഓരോ കാറ്റഗറി ജീവനക്കാരുടെയും നിരീക്ഷണ കാലം എത്രയാണെന്ന് നോക്കാം. പൊതുവെ പറയുന്നത് 3 വർഷത്തെ തുടർച്ചയായ സർവീസിനിടയ്ക്കുള്ള 2 വർഷമാണ് പ്രൊബേഷൻ പീരീഡ് എന്നാണ്. അതെന്താണ് ഈ 3 വർഷത്തിൽ ഒരു 2 വർഷം വന്നിരിക്കുന്നത്? അതായത് 3 വർഷം നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ 2 വർഷത്തിനിടയിൽ ബ്രേക്ക് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ 3 വർഷത്തിൽ 2 വർഷം എന്ന ത്രെഷോൾഡ് എത്തിച്ചേരുകയുമില്ല. ചുരുക്കി പറഞ്ഞാൽ ആകെ നമുക്ക് ലഭിക്കുന്നത് 3 വർഷമാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് 2 വർഷം സർവീസ് ബ്രേക്ക് ഇല്ലാതെ പൂർത്തീകരിക്കണം. ഈ തന്നിരിക്കുന്ന 3 വർഷം കഴിഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ഗവൺമെന്റിൽ നിന്നും പെർമിഷൻ വാങ്ങിയതിനു ശേഷം വേണം പ്രൊബേഷൻ പീരീഡ് വീണ്ടും ആരംഭിക്കേണ്ടത്. ലാസ്റ്റ് ഗ്രേഡ്, അതുപോലെ തന്നെ പാർട്ട് ടൈം ജീവനക്കാർ, എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഇവർക്ക് 2 വർഷത്തെ സർവീസിനിടയിലുള്ള 1 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. ഇനി ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ 1 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡിലുള്ള ഒരു ജീവനക്കാരൻ LD ക്ലർക്കായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾക്ക് ഈ LD ക്ലർക്ക് അഥവാ ഇപ്പോഴത്തെ ക്ലർക്ക് പോസ്റ്റിൽ 1 വർഷമാണ് പ്രൊബേഷൻ പീരീഡ്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊമോഷൻ ലഭിച്ചത് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്കാണെങ്കിൽ ഗസറ്റഡ് തസ്തികയിൽ 6 മാസമാണ് പ്രൊബേഷൻ പീരീഡ്. ഇനി നമുക്ക് ഈ പ്രൊബേഷൻ പീരീഡിലുള്ള ഇൻക്രിമെന്റിനെ കുറിച്ച് നോക്കാം. ഇപ്പോൾ 2 വർഷം പ്രൊബേഷൻ പീരീഡുള്ള ഒരു ജീവനക്കാരന്റെ ആദ്യത്തെ ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് 1 വർഷം പൂർത്തിയാകുന്ന മാസത്തിന്റെ 1-ാം തീയതി ലഭിക്കും. അതായത് 2024 മെയ് 10 ഒരാൾ ജോലിയിൽ പ്രവേശിച്ചെന്നിരിക്കട്ടെ, അയാൾക്ക് 2025 മെയ് 10 വരെ കാക്കേണ്ട കാര്യമില്ല. മെയ് 1 തന്നെ ആദ്യത്തെ ഇൻക്രിമെന്റ് ലഭിക്കും. 2-ാമത്തെ ഇൻക്രിമെന്റ് പ്രൊബേഷൻ പൂർത്തീകരിച്ചതിന് ശേഷമേ നൽകാവൂ. ഇനി നേരത്തെ പറഞ്ഞ ലാസ്റ്റ് ഗ്രേഡ് പാർട്ട് ടൈം ജീവനക്കാർ, അവർക്കൊക്കെ 1 വർഷം പ്രൊബേഷൻ പീരീഡ് ഉള്ളവരാണെങ്കിലും ആദ്യത്തെ ഇൻക്രിമെന്റ് ലഭിക്കണമെങ്കിൽ പ്രൊബേഷൻ പൂർത്തീകരിച്ചിരിക്കണം. ഈ പ്രൊബേഷൻ പീരീഡിൽ സർവീസ് ബ്രേക്ക് വരാതെ എടുക്കാൻ കഴിയുന്ന ലീവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് കാഷ്വൽ ലീവ്, അതുപോലെ തന്നെ CH എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്ററി ഹോളിഡേയ്സ്. പിന്നെ മറ്റേണിറ്റി ലീവ്, 180 ദിവസമാണല്ലോ മറ്റേണിറ്റി ലീവ്. ആ മറ്റേണിറ്റി ലീവും അതിന്റെ പ്രിഫിക്സും സഫിക്സും അത് ചേർത്ത് വരുന്ന ദിവസങ്ങൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള കാലപരിധിക്കകത്ത് വരും. അതുപോലെ തന്നെ ഹോളിഡേയ്സും നമുക്കെടുക്കാം. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ വെക്കേഷൻ പീരീഡ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് പരിഗണിക്കുന്ന പീരീഡിലായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി പ്രൊബേഷൻ പീരീഡ് നീണ്ടുപോകാൻ കാരണമാകുന്ന ചില ലീവുകളുണ്ട്, അവയെപ്പറ്റി പറയാം. ഒന്ന് ഹാഫ് പേ ലീവാണ്. സർവീസിൽ കയറി 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് പേ ലീവ് എടുക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ എത്ര ദിവസമാണോ നമ്മൾ ഹാഫ് പേ ലീവ് എടുത്തത് അത്രയും ദിവസം മുന്നോട്ട് പോയേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. ഈ ഹാഫ് പേ ലീവ് എടുക്കുമ്പോൾ ഒരു സഫിക്സും പ്രിഫിക്സും ഉണ്ടെന്ന് വയ്ക്കുക, ഇതും ഈ നീണ്ടുപോകുന്ന കാലയളവിൽ പെടും. ഇപ്പോൾ 10 ദിവസം HPL എടുത്തയാൾക്ക് ലീവ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 1 ദിവസം പ്രിഫിക്സും ലീവ് കഴിഞ്ഞ് 1 ദിവസം സഫിക്സും ഉണ്ടെങ്കിൽ ആ 12 ദിവസമായിരിക്കും, 10+2 12 ദിവസമായിരിക്കും പ്രൊബേഷൻ മുന്നോട്ട് നീണ്ടുപോകുന്നത്. ഈ മെറ്റേണിറ്റി ലീവ് 180 ദിവസമാണെന്ന് നമുക്കറിയാം. ഈ മെറ്റേണിറ്റി ലീവിൻ്റെ തുടർച്ചയായിട്ട് ഒരു 60 ദിവസം നമുക്ക് വിത്തൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമുക്ക് കണ്ടിന്യൂഷൻ ലീവ് എടുക്കാൻ കഴിയും. ഈ 60 ദിവസം ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന പീരീഡിൽ ഉൾപ്പെടുത്തില്ല. അത് കൂടി കഴിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ മറ്റേണിറ്റി ലീവ് ഓക്കെയാണ്, അതിൻ്റെ പ്രിഫിക്സും സഫിക്സും ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ എക്സ്റ്റൻഷനായി ലഭിക്കുന്ന 60 ദിവസത്തെ ലീവ് അത് വിത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയാലും വിതൗട്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയാലും നമുക്കത് പ്രൊബേഷൻ പീരീഡ് നീണ്ടുപോകുന്നതിന് കാരണമായി തീരും. അടുത്തത് ഡയസ്നോൺ ആണ്.
ഇപ്പോൾ സമരമൊക്കെ വരുമ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്താറുണ്ടല്ലോ, സമരം ചെയ്താൽ ജോലി പോകുമെന്ന്. സമരം ചെയ്ത് ഏത് സമരാവേശം അധികമായില്ലെങ്കിൽ പ്രൊബേഷൻ പീരീഡ് ആ സമര ദിവസം കൂടി നീളും എന്നേ ഉള്ളൂ, അല്ലാതെ ജോലിയൊന്നും പോകില്ല. അടുത്തത് റൂൾ 88 പ്രകാരമുള്ള പരമാവധി 3 മാസം വരെ എടുക്കാവുന്ന LWA അഥവാ ശൂന്യവേതനാവധി. അതെടുത്തു കഴിഞ്ഞാലും ആ പീരീഡ് കഴിഞ്ഞിട്ട് മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ അപ്പൻഡിക്സ് 12A, 12B, 12C ഇവ പ്രകാരമുള്ള ശൂന്യവേതനാവധികൾ. എന്താണ് ഈ 12A, 12B, 12C എന്നുള്ളതിനെ പറ്റി വളരെ വിശദമായ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐ ബട്ടണിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ അവധികളും പരിഗണിക്കില്ല. അത് മാത്രമല്ല, ഈ ലീവ് കഴിഞ്ഞ് വരുന്നയാൾ ആദ്യം മുതൽ വീണ്ടും 2 വർഷം പൂർത്തീകരിക്കുകയും വേണം. ഇവിടെ ഒരു സംശയം വന്നേക്കാം. ഇപ്പോൾ പ്രൊബേഷൻ പീരീഡ് 2 വർഷമാണ്. പക്ഷേ 2 വർഷം കഴിഞ്ഞിട്ടും നിയമനാധികാരി എൻ്റെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് തന്നിട്ടില്ല. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുവരെ ലീവ് എടുക്കാൻ ഞാൻ കാക്കേണ്ടതുണ്ടോ എന്നാണ്. അതായത് 2 വർഷം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ലീവ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സർവീസ് ബ്രേക്ക് ഇല്ലാതെ 2 വർഷം നിങ്ങൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ലീവ് വേണമെങ്കിലും എടുക്കാം. EL, CML ഒക്കെ എടുക്കാവുന്നതാണ്. ആദ്യം പ്രൊബേഷൻ പീരീഡ് വിജയകരമായി പൂർത്തീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവുകൾ എടുത്തു തുടങ്ങാം. അതിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുവരെ കാക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അടുത്തതായി, ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ മാൻഡേറ്ററി ആയി നമ്മൾ പാസ്സാകേണ്ട ചില ടെസ്റ്റുകളുണ്ട്. അത് എല്ലാ കാറ്റഗറിക്കുമില്ല. ഇപ്പോൾ ഒരു ക്ലർക്കിന്റെ കാര്യത്തിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ MOP നിർബന്ധമായും പാസ്സായിരിക്കണം. എന്താണ് MOP? MOP എന്നാൽ മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയേഴ്സ് എന്നാണ്. MOPയെ കുറിച്ച് ഒരു വിശദമായ വീഡിയോ വർക്കിംഗ് ക്ലാസ് ടെസ്റ്റ് എഴുതാൻ പാകത്തിൽ ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എക്സ്ക്ലൂസീവായ ക്ലാസുകൾ വർക്കിംഗ് ക്ലാസ്സിൽ നിന്നും ഉടൻ ആരംഭിക്കുന്നുണ്ട് എന്ന വിവരം കൂടി അറിയിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ക്ലർക്കിന് MOP പാസ്സായിരിക്കണം. അതുപോലെ ടീച്ചേഴ്സിന് കൂൾ, ഡോക്ടേഴ്സിന് അക്കൗണ്ട് ടെസ്റ്റ്, അങ്ങനെ വിവിധ കാറ്റഗറി ജീവനക്കാർക്ക് വിവിധ ടെസ്റ്റുകളാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് വേണ്ടി പാസ്സാകേണ്ടത്. എന്നാൽ 50 വയസ്സ് കഴിഞ്ഞവർക്ക് ഇത് ബാധകമല്ല. അവർക്ക് ടെസ്റ്റ് പാസ്സായില്ലെങ്കിലും പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് വിശദമായി ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിന്റെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. 1 വർഷം പ്രൊബേഷൻ പീരീഡുള്ള ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക്, അതുപോലെ പാർട്ട് ടൈം ജീവനക്കാർക്ക്, അവർക്കൊന്നും ഇത്തരം ടെസ്റ്റുകൾ പാസ്സാകേണ്ടതായിട്ടില്ല. അടുത്തത്, പ്രൊബേഷൻ കാലയളവിൽ നിർബന്ധമായും ജോയിൻ ചെയ്യേണ്ട ചില പദ്ധതികളെ പറ്റി പറയാം. അത് GPF, SLI, GIS, NPS, അതുപോലെ തന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രം അടയ്ക്കേണ്ട ജീവൻ രക്ഷാ പദ്ധതി, നേരത്തെ അത് GPAIS എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നെ മെഡിസപ്പ് ഒക്കെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ സ്പാർക്കിൽ എനേബിൾ ആയി കഴിയും. അപ്പോൾ ഇത്രയുമാണ് നിർബന്ധമായും നമ്മൾ ജോയിൻ ചെയ്തിരിക്കേണ്ട പദ്ധതികൾ. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് സർവീസ് റെഗുലറൈസേഷൻ ആണ്. എന്താണ് സർവീസ് റെഗുലറൈസേഷൻ? നമ്മൾ ഇത്രയുമൊക്കെ കാര്യങ്ങൾ പാലിച്ചു പോയി, എന്നാലും നമ്മുടെ സർവീസ് റെഗുലറൈസ് ചെയ്യാതെ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള പ്രൊപ്പോസൽ അയക്കാൻ കഴിയില്ല. അതിനായി നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല. അത് സർക്കാരും PSCയും നിയമനാധികാരിയും കൂടിയാണ് ചെയ്യുന്നത്. ആദ്യം ഒരു പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഒഫൻസുകളിൽ നമ്മൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ലോക്കൽ പോലീസ് വെരിഫൈ ചെയ്യുന്നത്. പിന്നെയുള്ളത് PSCയുടെ ഒരു സർവീസ് വെരിഫിക്കേഷനാണ്. നമ്മളെ PSC ഓഫീസിലേക്ക് ചില രേഖകളുമായി വിളിച്ചു വരുത്തും. അങ്ങനെയാണത് ചെയ്യുക. ഇപ്പോൾ കുപ്രസിദ്ധമായ നിയമന തട്ടിപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഇത് PSC ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 വെരിഫിക്കേഷനും, ഒന്ന് പോലീസ് വെരിഫിക്കേഷനും PSCയുടെ സർവീസ് വെരിഫിക്കേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമനാധികാരി നമ്മുടെ സർവീസ് റെഗുലറൈസ് ചെയ്ത് തരും. റെഗുലറൈസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നിയമനാധികാരിയിൽ നിന്നും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ താമസിക്കരുത്, നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള പ്രൊപ്പോസൽ സമർപ്പിക്കാം. അത് നമ്മുടെ ഓഫീസ് വഴിയാണ് സമർപ്പിക്കുന്നത്. അതെങ്ങനെയെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യം എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലർക്ക് ചെയ്യേണ്ടത് ഈ റെഗുലറൈസേഷൻ ഓർഡർ സ്പാർക്കിൽ എൻട്രി വരുത്തുകയാണ്. ഇപ്പോൾ ഫിസിക്കൽ സർവീസ് ബുക്ക് ഇപ്പോൾ പുതുതായി ജോയിൻ ചെയ്യുന്നവർക്ക് ഇല്ലാത്തതുകൊണ്ട് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനെ പറ്റി ഇവിടെ പറയുന്നില്ല. ഈ റെഗുലറൈസേഷൻ സ്പാർക്കിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടി നമുക്ക് സ്പാർക്കിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ ക്ലർക്കിന്റെ ലോഗിൽ നിന്നും ആദ്യം നമ്മൾ ഈ എംപ്ലോയിയെ അൺലോക്ക് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ നേരെ പോകുന്നു സ്പാർക്കിന്റെ ക്ലർക്ക് ലോഗിലേക്ക്. ഇത് ക്ലർക്കിന്റെ ലോഗിനിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. വേണമെങ്കിൽ DDOയുടെ ലോഗിൽ കയറി അൺലോക്ക് റിക്വസ്റ്റും അൺലോക്ക് അപ്രൂവലും നമുക്ക് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ക്ലർക്കിന്റെ ലോഗിനിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നാണ് നമ്മൾ അൺലോക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. അൺലോക്ക് എംപ്ലോയി റെക്കോർഡിൽ അൺലോക്ക് റിക്വസ്റ്റ് സെലക്ട് ചെയ്തു. ഇതാണ് അൺലോക്ക് പേജ്. ഇവിടെ ആവശ്യമായ സെലക്ഷൻസ് എല്ലാം കൊടുത്തതിന് ശേഷം
എംപ്ലോയിയെ സെലക്ട് ചെയ്യാൻ പോവുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, എംപ്ലോയി ഇത്രയും സെലക്ട് ചെയ്തതിന് ശേഷം അൺലോക്ക് ചെയ്യേണ്ട ഐറ്റം സെലക്ട് ചെയ്യുകയാണ്. നമുക്കിവിടെ അൺലോക്ക് ചെയ്യേണ്ടത് റെഗുലറൈസേഷനാണ്. നമ്മളത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ നേരെ വലതുവശത്തുള്ള റീസൺ എഴുതേണ്ട കോളത്തിൽ ചെന്ന് അവിടെ റീസൺ എഴുതുകയാണ്. നമ്മളിവിടെ എൻട്രി ഓഫ് റെഗുലറൈസേഷൻ ഓർഡർ ആണ്, അതുകൊണ്ട് എൻട്രി ഓഫ് ഓർഡർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഫോർവേഡ് ഫോർ അപ്രൂവൽ സെലക്ട് ചെയ്യുന്നു. ആർ യു ഷുവർ ടു ഫോർവേഡ് ദ അപ്രൂവൽ റിക്വസ്റ്റ്, അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നു. ഈ റിക്വസ്റ്റ് കൺട്രോളിംഗ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ പോകുന്നത് കൺട്രോളിംഗ് ഓഫീസറുടെ പേജിലേക്കാണ്. അവിടെയാണ് നമ്മൾ അൺലോക്ക് അപ്രൂവൽ കൊടുക്കാൻ പോകുന്നത്. അഡ്മിനിസ്ട്രേഷനിൽ അൺലോക്ക് എംപ്ലോയി റെക്കോർഡ്സിൽ അൺലോക്ക് അപ്രൂവൽ സെലക്ട് ചെയ്യും. ഇവിടെയും ആവശ്യമായ സെലക്ഷൻസ് എല്ലാം നടത്തി എംപ്ലോയിയെ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണോ അൺലോക്ക് ചെയ്യേണ്ടത് ആ ഐറ്റം അവിടെ ഉണ്ടാകും. അതിനെ നമ്മൾ ഇവിടെ റെഗുലറൈസേഷനാണ്, അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്രൂവൽ ഓർ റിജക്ഷൻ കമൻറ്റിൽ നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്രൂവ് ചെയ്യുന്നു. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. സെലക്റ്റഡ് ഐറ്റംസ് ആർ അൺലോക്ക് സക്സസ്ഫുള്ളി, ഓക്കെ കൊടുത്തു. സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ ആണ് നമ്മൾ റെഗുലറൈസേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നെക്സ്റ്റ് എംപ്ലോയി സെലക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. റെഗുലറൈസേഷൻ ഓർഡർ എൻ്റർ ചെയ്യേണ്ട എംപ്ലോയിയുടെ പെൻ നമ്പർ എൻ്റർ ചെയ്യുകയാണ്. എംപ്ലോയി ഡീറ്റെയിൽസ് മെനുവിൽ നിന്നും റെഗുലറൈസേഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ റെഗുലറൈസേഷൻ ഡീറ്റെയിൽസ് അൺലോക്ക് ആയിരിക്കുന്നു എന്ന സൈൻ നമുക്കവിടെ കാണാം. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള സെലക്ഷൻസ് എല്ലാം നടത്തുകയാണ്. ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ഓട്ടോമാറ്റിക്കായി തന്നെ സെലക്ഷനായി കിടക്കുകയാണ്. ഇനി നമുക്ക് റെഗുലറൈസേഷൻ്റെ വിത്ത് എഫക്റ്റ് ആണ് എൻ്റർ ചെയ്യേണ്ടത്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്ക് റെഗുലറൈസ് ചെയ്ത് വന്നിരിക്കുന്ന നിയമനാധികാരി എന്നുള്ള ഓർഡർ ഉണ്ട്. ആ ഓർഡറിൽ ആ വിത്ത് എഫക്റ്റ് ഡേറ്റ് ഉണ്ടായിരിക്കും. അത് നമ്മൾ എൻ്റർ ചെയ്യുന്നു. അടുത്തത് ആ റെഗുലറൈസേഷൻ ഓർഡർ നമ്പർ, അത് എൻ്റർ ചെയ്തു. പിന്നെ ഓർഡർ ഡേറ്റ്, ഇത് രണ്ടും നമുക്ക് ആ റെഗുലറൈസേഷൻ ഓർഡറിലുണ്ടാവും. അത് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഇൻസർട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് റെഗുലറൈസേഷൻ ഓർഡർ ഒരു ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ സർവീസ് ബുക്കിൽ നോക്കിയാൽ ഇത് നമുക്ക് കാണാൻ കഴിയും. റെഗുലറൈസേഷൻ്റെ എൻട്രി സ്പാർക്കിൽ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ സ്പാർക്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഒന്ന് ആ എംപ്ലോയിയുടെ ഈ സർവീസ് ബുക്കാണ്, അതുപോലെ തന്നെ ആ എംപ്ലോയിയുടെ ഡാറ്റാ ഷീറ്റ്. ഇത് രണ്ടും നമുക്ക് സ്പാർക്കിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. സർവീസ് മാറ്റേഴ്സിൽ ഈ സർവീസ് ബുക്ക് സെലക്ട് ചെയ്യുക. അവിടെ വ്യൂ ഈ സർവീസ് ബുക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതുപോലെ തന്നെ എംപ്ലോയിയുടെ പേര് എന്നിവ സെലക്ട് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ്, ഇംഗ്ലീഷിലുള്ളത് വേണോ മലയാളത്തിലുള്ളത് വേണോ, ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് നോക്കിയതിന് ശേഷം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ബൂട്ടിംഗ് വീൽ കാണാൻ കഴിയും. അതിന് തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ ആഫ്റ്റർ ജനറേറ്റിംഗ് സർവീസ് ബുക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എംപ്ലോയിയുടെ പേരോട് കൂടിയ സർവീസ് ബുക്കിൻ്റെ ഒരു പുറംചട്ട നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മൾ മൗസ് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ പേജ് ഓരോന്നോരോന്നായി മാറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ആ സർവീസ് ബുക്കിൻ്റെ ഇൻഡെക്സ് പേജ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് വിവരങ്ങൾ, ഏതൊക്കെ പേജിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് വിശദമായി നമുക്ക് ആ ഇൻഡെക്സ് പേജിൽ കാണാൻ കഴിയും. സ്പാർക്കിൽ നമ്മൾ എന്തൊക്കെ രേഖപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഇതിനകത്തുണ്ടാവും. ലീവ്, നമ്മുടെ സർവീസ് ഹിസ്റ്ററി, നമ്മുടെ ട്രാൻസ്ഫർ ആയിട്ടുള്ളതിൻ്റെ വിവരങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ആ ഇൻഡെക്സ് പേജ് നോക്കിയാൽ നമുക്കതെല്ലാം തന്നെ വിശദമായി കാണാൻ കഴിയും. പിന്നെ ഓരോ പേജായിട്ട് നമ്മൾ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും ലഭിക്കും. ഇത് ഈ സർവീസ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജാണ്. അതിലാണ് നമ്മുടെ ഫോട്ടോ, പേര്, അഡ്രസ്സ്, ഒരു ജീവനക്കാരൻ്റെ ഒരു ഫിസിക്കൽ സർവീസ് ബുക്കിലുള്ള വിവരങ്ങൾ, അതെല്ലാം തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇതൊന്നും തന്നെ നമ്മൾ സ്പാർക്കിൽ ഈ സർവീസ് ബുക്കിന് വേണ്ടി എൻ്റർ ചെയ്തിട്ടുള്ളതല്ല. ഇതെല്ലാം സ്പാർക്കിൽ ഓരോ സമയങ്ങളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്തും അതിനുശേഷവും ലീവ് എടുക്കുന്ന സമയത്തും ഒക്കെയായിട്ട് രേഖപ്പെടുത്തിയ വിവരങ്ങളാണ്. അത് എല്ലാം കൂടി ചേർന്നാണ് നമ്മുടെ ഈ സർവീസ് ബുക്ക് എന്ന് പറയുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഈ സർവീസ് ബുക്കിൽ എങ്ങനെയാണ് എൻട്രി നടത്തുന്നതെന്ന്. ഈ സർവീസ് ബുക്കിൽ പ്രത്യേകിച്ച് ഒരു എൻട്രിയുടെ ആവശ്യമില്ല. നമ്മൾ സ്പാർക്കിൽ എൻ്റർ ചെയ്യുന്നതെല്ലാം തന്നെ ഈ സർവീസ് ബുക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലോഡ് ചെയ്യപ്പെടും. പിന്നെ ചില നോട്ട്സ് എഴുതാനുണ്ട്. അത് നമുക്ക് ഈ സർവീസ് ബുക്കിനെ കുറിച്ച് വിശദമായി പറയുമ്പോൾ അത് പറയാം, എങ്ങനെയാണ് നോട്ടുകൾ ആഡ് ചെയ്യുന്നതെന്ന്. അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. അത് പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമാക്കാം. ഇപ്പോൾ നമുക്ക് സർവീസ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാം. ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് സർവീസ് ബുക്ക് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. PDF രൂപത്തിലുള്ള
ആ സർവീസ് ബുക്ക് നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുകയാണ്. സർവീസ് ബുക്കിൻ്റെ എല്ലാ പേജുകളുമല്ല, കുറച്ച് പേജുകളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള പ്രപ്പോസലിനോടൊപ്പം അയക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊന്നുകൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. എന്താണ്? ഡാറ്റാ ഷീറ്റാണ്. ഓരോ എംപ്ലോയിയുടെയും ഡാറ്റാ ഷീറ്റ് സ്പാർക്കിൽ ലഭ്യമാണ്. നമുക്ക് ഇവിടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട എംപ്ലോയിയുടെ ഡാറ്റാ ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോവുകയാണ്. സർവീസ് മാറ്റേഴ്സിൽ ജനറേറ്റ് ഡാറ്റാ ഷീറ്റ്, അതിൽ തന്നെ ഇൻഡിവിജ്വൽ ഡാറ്റാ ഷീറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ നമ്മൾ ആവശ്യത്തിനുള്ള സെലക്ഷൻസ് എല്ലാം നടത്തുക. എംപ്ലോയിയെ സെലക്ട് ചെയ്തതിന് ശേഷം ജനറേറ്റ് റിപ്പോർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുന്നു. അതിനെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുന്നു. അപ്പോൾ പ്രൊബേഷനുള്ള പ്രൊപ്പോസലിനൊപ്പം അയക്കാനുള്ള 2 രേഖകൾ നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഈ സർവീസ് ബുക്കും അതുപോലെ തന്നെ ഡാറ്റാ ഷീറ്റും. ഇനി നമുക്ക് ആ പ്രൊപ്പോസൽ ഫോമിനെ ഒന്ന് പരിചയപ്പെടാം. ആ പ്രൊപ്പോസൽ ഫോമിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതാണ് ആ ഫോം. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള ശുപാർശ അയക്കാനുള്ള പ്രൊഫോമ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമുക്ക് ഗൂഗിളിൽ കയറി ആപ്ലിക്കേഷൻ ഫോർ പ്രൊബേഷൻ ഡിക്ലറേഷൻ മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോം നമുക്ക് ലഭിക്കും. ഈ ഫോം മലയാളത്തിലും ഇംഗ്ലീഷിലുമുണ്ട്. ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാൻ ഈ മലയാളം ഫോമാണ് പരിചയപ്പെടുത്തുന്നത്. ഒരു ഫോം ഫില്ല് ചെയ്യുന്നത് കൂടി പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. തീർത്തും പുതിയ ജീവനക്കാരെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറ്റുള്ളവർ ക്ഷമിക്കുക. അപ്പോൾ ഇതാണ് ഫോം. ഈ ഫോമിൽ ഉദ്യോഗസ്ഥന്റെ പേര്, തസ്തികയുടെ പേര്, ശമ്പളവും ശമ്പള സ്കെയിലും ഇതൊന്നും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിയമന രീതി PSC ആയിരിക്കും. അഡ്വൈസ് നമ്പരും സർക്കാർ ഉത്തരവും തീയതിയും, അതുപോലെ തന്നെ നിയമന ഉത്തരവിന്റെ നമ്പരും തീയതിയും ഇതെല്ലാം നമ്മുടെ സർവീസ് ബുക്കിൽ ഉണ്ടാകും. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. സർവീസിൽ പ്രവേശിച്ച തീയതി അല്ലെങ്കിൽ പ്രൊമോഷൻ തസ്തികയിൽ പ്രവേശിച്ച തീയതി. പുതുതായി സർവീസിൽ പ്രവേശിച്ച ഒരാളാണെങ്കിൽ സർവീസിൽ പ്രവേശിച്ച തീയതി എഴുതാം. ഡേറ്റ് ഓഫ് ജോയിനിങ്. പ്രൊമോഷൻ കിട്ടിയതിലൂടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊമോഷൻ തസ്തികയിൽ പ്രവേശിച്ച തീയതിയാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് താൽക്കാലിക സർവീസിലുള്ളവരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്ഥിരപ്പെടുത്തിയതിൻ്റെ ഉത്തരവിൻ്റെ നമ്പരും തീയതിയുമാണ് അവിടെ എഴുതേണ്ടത്. 6ന് 4 പിരിവുകളുണ്ട്. ഒന്ന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനായി പാസ്സാകേണ്ട ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റുകൾ ഏതെല്ലാം, അവ പാസ്സായ തീയതിയും നമ്പരുമാണ്. ഇപ്പോൾ MOP ആണ് പാസ്സായതെങ്കിൽ ആ MOP, ആ ടെസ്റ്റിന്റെ പേര് എഴുതുക, MOP എന്ന് എഴുതുക. അത് പാസ്സായ ഡേറ്റും നമ്മുടെ രജിസ്റ്റർ നമ്പരുമാണ് ഉദ്ദേശിക്കുന്നത്. ആ പരീക്ഷ എഴുതുമ്പോൾ നമുക്ക് കിട്ടിയ ഒരു രജിസ്റ്റർ നമ്പർ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ആ നമ്പർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെസ്റ്റ് പാസ്സായ സംബന്ധിച്ച് വിവരം സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തണം. ഉണ്ട് എന്ന് തന്നെ എഴുതുക. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ ഔട്ടേൺ ബാധകമാണെങ്കിൽ എൻ്റെ വിശദീകരിക്കുക. ഇതിൽ ഈ ഔട്ടേൺ എന്ന വാക്ക് പലർക്കും അറിയില്ല, എന്താണ് ഈ ഔട്ടേൺ എന്ന്. കുറേ പേരോട് അന്വേഷിച്ചു. അപ്പോൾ കിട്ടിയ ഒരു മറുപടി, എൻ്റെ ഒരു സുഹൃത്ത് തന്ന ഒരു മറുപടി എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ നമ്മളെ മറ്റേതെങ്കിലും ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാറുണ്ട്. ഉദാഹരണമായി ഇപ്പോൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ നമ്മളെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി നിയോഗിക്കുന്നുണ്ട്. അത് പ്രൊബേഷൻ പീരീഡിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള കാലാവധിയിൽ ഉൾപ്പെടുത്തും. അതിനെയാണ് ഈ ഔട്ടേൺ ഡ്യൂട്ടി എന്ന് എനിക്ക് കിട്ടിയ ഒരു മറുപടി. എന്നാൽ ഇത് പൂർണ്ണമായും ശരിയാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഇതിലെന്തെങ്കിലും അഭിപ്രായങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. ഇത് പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ബാധകമല്ല എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. പ്രൊബേഷൻ കാലത്തെ ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവവും ജോലിക്കുള്ള സാമർഥ്യവും സംബന്ധിച്ച് വരെ നമ്മുടെ വർക്ക് ആൻഡ് കോണ്ടക്ട് സർട്ടിഫിക്കറ്റ് ആണ്. അത് നമ്മളൊരു സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ഇവിടെ നല്ലത് എന്നോ ഗുഡ് എന്നോ എഴുതുക. അടുത്തത് പ്രോവിഡന്റ് ഫണ്ടിൽ ചേർന്നിട്ടുണ്ടോ എന്നാണ്. പ്രോവിഡന്റ് ഫണ്ടിൽ ചേർന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ആ മാൻഡേറ്ററി ആയിട്ടുള്ള ചില സ്കീമുകളാണ് പ്രോവിഡന്റ് ഫണ്ട്, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്. ഇത് ചേർന്നിട്ടുണ്ട് ഉണ്ട് എന്ന് എഴുതിയതിന് ശേഷം അതിൻ്റെ നമ്പർ കൂടി എഴുതി ചേർക്കുക. PF നമ്പർ, SLI നമ്പർ, GIS നമ്പർ, ഇത്രയും കൂടി അവിടെ എഴുതി ചേർക്കുക. അടുത്തത് മേൽ സൂചിപ്പിച്ച സ്കീമുകളിൽ അംഗമായിട്ടുള്ള വിവരം സർവീസ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? തീർച്ചയായും അത് സർവീസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഉണ്ട് എന്ന് എഴുതുക. പ്രൊബേഷൻ കാലയളവിൽ പ്രൊബേഷന് കണക്കാക്കാത്ത കാലയളവ് എത്ര? അതായത് ഏതെങ്കിലും ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവ്, ഹാഫ് പേ ലീവ്, അതുപോലെ തന്നെ LWA, ഇതിൽ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവ് പീരീഡാണ് ഇവിടെ എഴുതേണ്ടത്. ഇപ്പോൾ 10 ദിവസം ഹാഫ് പേ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ദിവസം എഴുതണം. അതിനോടൊപ്പം തന്നെ അത് എന്ന് തൊട്ട് എന്ന് വരെ എന്നും കൂടി എഴുതുക. അടുത്തത് പ്രൊബേഷൻ കാലയളവിൽ എടുത്തിട്ടുള്ള ലീവിൻ്റെ വിശദ വിവരം ഒരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റായി പ്രൊഫോമയോടൊപ്പം ചേർത്തിട്ടുണ്ടോ? നമ്മൾ ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരു ലീവ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ എഴുതിയാൽ മതി. ലീവ് ഡീറ്റെയിൽസ് ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ ഇന്ന ലീവിലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലീവ് ഡീറ്റെയിൽസ് കൂടി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ ലീവിന് മുന്നിലും പിന്നിലുമുള്ള അവധി ദിവസങ്ങൾ, അതായത് പ്രിഫിക്സും സഫിക്സും ഉണ്ടെങ്കിൽ, എന്താണ് പ്രിഫിക്സും സഫിക്സും എന്നൊക്കെ ലീവിനെ കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ കൊടുത്തേക്കാം. മുകളിൽ ഐ ബട്ടണിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ പ്രിഫിക്സും സഫിക്സും കൂടി ചേർന്ന് വരുന്ന ദിവസങ്ങളായിരിക്കും ഈ പ്രൊബേഷൻ കാലയളവിൽ പരിഗണിക്കപ്പെടാതെ പോകുന്നത്.
അടുത്തത് പ്രവേശന കാലത്ത് ശിക്ഷണ നടപടികൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ, നിലവിലുണ്ടോ? അതായത് ഏതെങ്കിലും രീതിയിലുള്ള ശിക്ഷണ നടപടികൾ ഉണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് എഴുതുക. അത് നിലവിലുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ വിശദ വിവരം തന്നെ എഴുതി ചേർക്കുക. എഴുതി ചേർക്കാൻ ഇവിടെ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ ഒരു സെപ്പറേറ്റ് ഷീറ്റിൽ നമ്മൾ എഴുതി ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്ത് മേലധികാരി കൗണ്ടർ സൈൻ ചെയ്ത് അയച്ചാൽ മതിയാകും. അടുത്തത് പ്രവേശനം ആരംഭിച്ച തീയതി. നമ്മൾ ഡേറ്റ് ഓഫ് ജോയിനിങ് 12A, 12B, 12C ഒക്കെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് തുടങ്ങുന്നതാണ് പ്രവേശനം ആരംഭിക്കുന്ന തീയതി. അതെഴുതണം. പ്രവേശൻ കാലാവധി 2 വർഷമാണോ, 1 വർഷമാണോ, 6 മാസമാണോ പ്രവേശൻ കാലാവധി? കാറ്റഗറിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. പ്രവേശൻ നീട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിശദവിവരം. ചിലപ്പോൾ പ്രവേശൻ നീണ്ടു പോകാറുണ്ട്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ 3 വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രവേശൻ നീളും. അങ്ങനെ നീളുമെങ്കിൽ അതിന് പ്രത്യേക ഓർഡർ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ വിശദവിവരമാണ്. 3 വർഷം കഴിഞ്ഞു, പക്ഷേ അപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുള്ള 2 വർഷം സർവീസ് കിട്ടാത്തത് കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്നും ഓർഡർ വാങ്ങിയിട്ടാണ് പ്രവേശനം നീട്ടിയിരിക്കുന്നത് എന്നുള്ള വിവരമാണ് അവിടെ എഴുതേണ്ടത്. പ്രവേശനം കണക്കാക്കാത്ത കാലാവധി. പ്രവേശനം കണക്കാക്കാത്തത് ഇപ്പോൾ ഡയസ്നോ ഉണ്ട്, അല്ലെങ്കിൽ LW ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രവേശൻ കണക്കാക്കാത്ത കാലാവധി എത്ര? പ്രവേശൻ കാലാവധി പൂർത്തിയാക്കിയ തീയതി. ഈ ബ്രേക്കും ഇതെല്ലാം കഴിഞ്ഞ് കണ്ടിന്യൂസ് സർവീസിൽ 2 വർഷം എന്ന് പൂർത്തിയാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയസ്നോണൊക്കെ വന്നാലും ആ ഒരു ദിവസം നീണ്ടു പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുള്ള ദിവസമാണ് ഈ കാലാവധി പൂർത്തിയാക്കിയ തീയതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്രവേശനം ഡിക്ലെയർ ചെയ്യേണ്ട തീയതി. നമ്മൾ പൂർത്തിയാക്കിയതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് പ്രവേശനം ഡിക്ലെയർ ചെയ്യേണ്ടത്. ആ തീയതി എഴുതുക. പ്രവേശന കാലാവധി ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പായി ഇൻക്രിമെൻ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരം. ഒരു ഇൻക്രിമെൻ്റ് നമുക്ക് കൊടുക്കാമല്ലോ. പ്രവേശനം ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇൻക്രിമെൻ്റ് നമുക്ക് കൊടുക്കാം. അത് സംബന്ധിച്ച വിശദവിവരമാണ്. മുകളിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യങ്ങൾ സർവീസ് പുസ്തകത്തിലും മറ്റു രേഖകളുമായി ഒത്തുനോക്കി ശരിയാണെന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളുന്നു. ഓഫീസ് തലവൻ്റെ ഒപ്പും പേരും തസ്തികയും സ്ഥലം തീയതി. ഇത്രയുമാണ് ഈ ഫോമിൽ നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ പ്രപ്പോസൽ ഫോമിനൊപ്പം സാധാരണഗതിയിൽ അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഒന്ന് ഓർക്കുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയും നിയമനാധികാരികൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇത്രയും ഡോക്യുമെൻറ്റ്സ് മാത്രം പോരെ എന്നൊന്നും തർക്കിക്കാൻ നിൽക്കരുത്. പൊതുവായി അറ്റാച്ച് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, നമ്മുടെ പ്രപ്പോസൽ ഫോം. നമ്മളിപ്പോൾ ഫില്ല് ചെയ്ത് വെച്ച ആ ഫോം വേണം. അതിനോടൊപ്പം ഇനി നമ്മൾ അയക്കുന്നത് ഫിസിക്കൽ സർവീസ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയി ആ ബുക്ക് അയക്കാം. ഇനി ഈ സർവീസ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള പേജുകൾ, അത് 2 പേജ് ഉണ്ടാകും. ആ 2 പേജുകൾ. പിന്നെ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് എഴുതിയിട്ടുള്ള പേജുണ്ട്. ചില ഓഫീസുകളിൽ GPF, SLI, GAS എന്നിവയിൽ ചേർന്നിട്ടുള്ളതിൻ്റെ രേഖപ്പെടുത്തലുകൾ നടത്തിയ പേജുകൾ കൂടി ആവശ്യപ്പെടാറുണ്ട്. ഡേറ്റാ ഷീറ്റ് കൂടി അയക്കുന്നത് കൊണ്ട് ഇതെല്ലാം അതിനകത്തുണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ആവശ്യപ്പെട്ടാൽ നമ്മളത് കൊടുക്കണം. പിന്നെ ഹിസ്റ്ററി ഓഫ് സർവീസ് എഴുതിയ പേജ്, അതായത് അതിലായിരിക്കും നമ്മുടെ ജോയിനിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയിട്ടുണ്ടെങ്കിൽ അതും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം വരുന്നത്. സാധാരണഗതിയിൽ അത് ഈ സർവീസ് ബുക്കിൻ്റെ 31-ാം പേജാണ്. പിന്നെ ഉള്ളത് ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സായതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ പേജിൻ്റെ ഒരു കോപ്പി, ഒപ്പം ആ ടെസ്റ്റ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒറിജിനൽ. ഇത്രയുമാണ് ഈ സർവീസ് ബുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്ത് അയക്കേണ്ട പേജുകൾ. അടുത്തത് ഡേറ്റാ ഷീറ്റാണ്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. അതൊരു 3-4 പേജുകളുണ്ടാകും. അത് മുഴുവനായും വയ്ക്കണം. പിന്നെ ഉള്ളത് വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്. സർവീസിൽ കയറിയ നാൾ മുതൽ ഈ അപേക്ഷ അയക്കുന്ന തീയതി വരെയുള്ള കാലയളവിലെയാണ് ഈ വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണ്ടുന്നത്. നമ്മൾ പല ഓഫീസുകൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ ഓരോ ഓഫീസിൽ നിന്നും അവിടെ വർക്ക് ചെയ്ത കാലയളവിലെ വർക്ക് ആൻഡ് കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിയിരിക്കണം. പിന്നെ ഉള്ളത് ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലീവ് ഡീറ്റെയിൽസ് പ്രത്യേകം ഒരു പേപ്പറിൽ എഴുതി തയ്യാറാക്കി നമ്മുടെ DDO സൈൻ ചെയ്ത് അയക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും അത്യാവശ്യമുള്ള രേഖകൾ. ഇനി നിങ്ങളുടെ മേലധികാരിയുടെ ഓഫീസിൽ ഇതിലും അധികം രേഖകൾ എന്തെങ്കിലും ആവശ്യമാണെന്ന് പറയുകയാണെങ്കിൽ അതുകൂടി അറ്റാച്ച് ചെയ്യുക. ഇതിനെല്ലാം കൂടി ഒരു കവറിംഗ് ലെറ്റർ സഹിതം നിയമനാധികാരിക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള അപേക്ഷ അയക്കേണ്ടതെന്നും എന്താണ് ഈ പ്രൊബേഷൻ പീരീഡ്, ആ പ്രൊബേഷൻ പീരീഡിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നല്ല നടപ്പുകൾ എന്തൊക്കെയാണെന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. വീഡിയോ ഒരല്പം നീണ്ടുപോയിട്ടുണ്ടാകാം. അത് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അത്രയും ചെയ്തത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പരമാവധി ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഇതിനെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് സമയത്ത് തന്നെ ലഭിക്കാൻ അത് സഹായകമാകും. താങ്ക്